നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 ചൊവ്വാഴ്ചയാണ്. 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുകയാണ്. വളരെ ചെറിയൊരു ട്രേഡിംഗ് വീക്കാണിത്. കാരണം ഇനി വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേയോട് അനുബന്ധിച്ച് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഏകദേശം 400 പോയിന്റ്സിന് അടുത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട് എന്നാണ്. മാർക്കറ്റ് ഇത്തരത്തിൽ നല്ല രീതിയിൽ തിരിച്ചു കയറുന്ന ഈ ഒരു സമയത്ത് നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പറും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോസ്മോ ഫീഡിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വൈറ്റ് ഹൗസ് സ്മാർട്ട് ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും താരിഫ് ഒഴിവാക്കിയതോടെ ആപ്പിൾ S&P 500-നെ ഉത്തേജനം നൽകി. എന്നിരുന്നാലും ഇൻവെസ്റ്റേഴ്സ് പുതിയ താരിഫിൻ്റെ അനിശ്ചിതത്വത്തിൽ ആശങ്കയിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.8% നേട്ടത്തിലും S&P 500 0.8% തന്നെ നേട്ടത്തിലും നാസ്ഡാക്ക് 0.6% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഏപ്രിൽ 2-നായിരുന്നു. അന്ന് മുതൽ വലിയ ചാഞ്ചാട്ടമാണ് വിപണിയിൽ കാണാനും കഴിഞ്ഞത്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലായി നമ്മൾ കണ്ട അത്ര വലിയൊരു ചാഞ്ചാട്ടം വിപണിയിൽ ഇനി കാണാൻ സാധ്യതയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരു വൊളറ്റാലിറ്റിക്ക് സാധ്യത ഉണ്ടാക്കുന്നത് തന്നെയാണ്. US-ലും ഗുഡ് ഫ്രൈഡേയോടനുബന്ധിച്ച് ഈ വെള്ളിയാഴ്ച മാർക്കറ്റുകൾ അവിടെയും ക്ലോസ്ഡ് ആയിരിക്കും. റിസൾട്ട് സീസൺ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഈ ആഴ്ചയും പുറത്തു വരാനുണ്ട്. പുതിയ താരിഫ് നയങ്ങൾ സപ്ലൈ ചെയിനിനെ ബാധിച്ചോ എന്നും അത് അവരുടെ ക്വാർട്ടർലി റിസൾട്ടുകളെ ബാധിച്ചോ എന്നുമായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക. കൂടാതെ ഇന്നലെ യൂറോപ്യൻ വിപണിയും ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് 0.7% ചെറിയൊരു ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തി. എന്നിരുന്നാലും കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,000-ന് മുകളിലായിട്ട് ഇന്നലെ എത്തിയിരിക്കുന്നു. ഇന്നലെ ഓയിൽ പ്രൈസുകൾ വീണ്ടും നേട്ടമുണ്ടാക്കി. ബ്രന്റ് $65 മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ചില വാർത്തകളിലേക്കാണ്. ഏപ്രിൽ 16 മുതൽ IGL, MGL പോലുള്ള സിറ്റി ഗ്യാസ് കമ്പനികൾക്ക് വില കുറഞ്ഞ APM ഗ്യാസ് അനുവദിക്കുന്നത് സർക്കാർ കുറയ്ക്കും. വില വർദ്ധിക്കുമ്പോൾ അവരുടെ ഇൻപുട്ട് ചെലവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് CNG, ആഭ്യന്തര PNG വിലകളിൽ കൂടുതൽ വർധനവിന് കാരണമായേക്കാം. IGLന്റെ വിഹിതം 51%-ൽ നിന്ന് 40%-ആയി കുറയും. ഇത്തരത്തിൽ APM ഗ്യാസ് അനുവദിക്കുന്നത് സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ വില കൂടിയ സ്രോതസ്സുകളെ കമ്പനിക്ക് ആശ്രയിക്കേണ്ടി വരും. IGLും MGLും സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം അവരുടെ പ്രൈസുകളിൽ ഒരു ഹൈക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ചില ക്വാർട്ടർലി അപ്ഡേറ്റുകളിലേക്കാണ്. ആദ്യം സുല വൈൻയാർഡ്സ് നെറ്റ് റവന്യൂവിൽ 0.7% വർധനവ് മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഓൺ ബ്രാൻഡ്സ് റവന്യൂവിൽ 2.9% ഇടിവും വൈൻ ടൂറിസം റവന്യൂവിൽ 24.6% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി LCL ഇൻഡസ്ട്രീസ് ആണ്. സിമന്റ് പ്രൊഡക്ഷനിൽ 8% വർധനവും സിമന്റ് സെയിൽസ് ഗ്രോത്തിൽ 7% വർധനവും സിമന്റ് ബോർഡ് പ്രൊഡക്ഷനിൽ 5% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. സിമന്റ് ബോർഡ് സെയിൽസിൽ 6% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. ജൈത്താരി ടാബ്ലറ്റുകൾ അഥവാ ഡെഫ്ലാസാകോട്ട് എന്ന മെഡിസിൻ നിർമ്മിച്ച് വിൽക്കാൻ ഫാർമ കമ്പനിക്ക് US FDA-ൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നു. അടുത്തത് അശോക ബിൽഡ്കോൺ ആണ്. 568.86 കോടി രൂപയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. കമ്പനിക്ക് 127.8 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ S&T കൺസ്ട്രക്ഷനിൽ നിന്ന് ലഭിച്ചു. മറ്റൊരു കമ്പനി റെപ്കോ ഹോം ഫിനാൻസ് എന്നതാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി തങ്കപ്പൻ കരുണാകരനെ കമ്പനി ഏപ്രിൽ 11 മുതൽ നിയമിച്ചതായി അറിയിച്ചു. അടുത്ത റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇതിനു മുന്നേയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നൽകുന്ന എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, നമ്മുടെ സ്റ്റോപ്പിലെസ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്നിവയെല്ലാം നമ്മൾ അവിടെ പറയാറുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക്
കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ നയാൻ ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി വെൽപ്സൺ കോർപ്പറേഷനിൽ നിന്ന് 51.72 കോടിക്ക് നവ്യാൻ ഷിപ്പേർഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 10% അധിക ഓഹരികൾ റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങിയിരിക്കുന്നു. അടുത്തത് വേദാന്ത എന്ന കമ്പനിയാണ്. കമ്പനിക്ക് ഒഡീഷ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് 71.16 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ, ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. FIs 2519 കോടി രൂപയ്ക്ക് സെല് ചെയ്തു. DIs ആവട്ടെ 3759 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയാണ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.20% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.63% നേട്ടത്തിലും, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,312 എന്ന നിലയിൽ 289 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം നിഫ്റ്റിയിൽ 400 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ എണ്ണയുടെ ആവശ്യം കൂടുതൽ ഉയർത്തുമെന്ന് ഒപെക് പറഞ്ഞതോടെ തിങ്കളാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $65.05 പെർ ബാരൽ എന്ന നിലയിൽ 0.23% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $61.73 പെർ ബാരൽ എന്ന നിലയിൽ 0.33% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. അതിശക്തമായിട്ടാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. 22,828 429 പോയിന്റ്സ് അഥവാ 2% അടുത്താണ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി വെള്ളിയാഴ്ച ടച്ച് ചെയ്ത ഹൈ എന്നത് 22,924 20 ഡേ EMA ടച്ച് ചെയ്തെങ്കിലും അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,907 ലെവലിലുള്ള 20 ഡേ EMA തന്നെയാണ്. അതിനുശേഷം 23,000 മുതൽ 23,070 വരെയുള്ള ആ ഒരു ലെവൽ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിഫ്റ്റി ആ ഒരു അപ്സൈഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റിവിറ്റി ആണെങ്കിലും 23,000 മുകളിലായിട്ടൊരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെച്ചില്ലെങ്കിൽ അത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോരായ്മ തന്നെയായിരിക്കും. ഒരു നെഗറ്റിവിറ്റി അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ പറഞ്ഞ 23,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് പറയാൻ കാരണം 50 ഡേ EMA വരുന്നതും ഈ ഒരു സോണിൽ തന്നെയാണ്. ഇനി കഴിഞ്ഞ ആഴ്ച വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് കാൻഡിലാണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഡെയിലി ചാർട്ടിൽ വലിയ ലോവർ വീക്കോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ആയിരിക്കുന്നു. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ് ഡെയിലി കാൻഡിൽ സൂചിപ്പിക്കുന്നത്. 51,002 762 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ആരംഭിച്ച് ഒരു ബുള്ളിഷ് കിക്കർ കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ 10, 20, 50, 100, 200 EMAകൾക്ക് മുകളിലായിട്ടാണ്. അത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആവാൻ സാധ്യതയുള്ള സ്ട്രൈക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. OI ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 22,800 സ്ട്രൈക്കിൽ 811% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ വെറും 92% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഇനി 22,750 സ്ട്രൈക്കിൽ 959% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 162% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 22,850 സ്ട്രൈക്കിൽ 1,153% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 236% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഇന്ത്യ വിക്സിലേക്ക് 20.11 എന്ന നിലയിൽ 6.17% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും 20 എന്ന മാർക്കിന് മുകളിലായിട്ട് തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുള്ളത്, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ആദ്യ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. NISM റിസർച്ച് ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ആയിട്ടുള്ള ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. 30 ദിവസമാണ് കോഴ്സിൻ്റെ കാലാവധി വരുന്നത്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ ബേസിക്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുകൾ, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ പറയുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ്,
ഫണ്ടമെൻ്റൽ അനാലിസിസ്, കൂടാതെ ലൈവ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഈ ഓഫ്ലൈൻ ബാച്ച് തിരുവനന്തപുരത്ത് നെട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. പരമാവധി പോയി പഠിക്കാൻ കഴിയുന്നവർക്ക് ഇത് നല്ലൊരു സുവർണാവസരമാണ്. എല്ലാവരും അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും എന്ന റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.